ശ്രീ വെങ്ങാനൂർ ശിവശങ്കരൻ, ഇന്നിപ്പോ ഇന്ന് ഈ ശിക്ഷയിൽ വാദം കേൾക്കുന്നതിനിടെ പ്രോസിക്യൂഷനും ജഡ്ജിയും തമ്മിൽ ഉണ്ടാകുന്ന ചില വാക്കുകൊണ്ടുള്ള ഏറ്റുമുട്ടലുകൾ അങ്ങ് ആ വിധി പറയുന്ന സമയത്തൊക്കെ മാതൃഭൂമി ന്യൂസിനൊപ്പം ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനിയും ചില വാദങ്ങൾ പുറത്തു വരാനുണ്ടെന്ന് പറയുമ്പോൾ ഇനി അന്വേഷണം ഉണ്ടാകുമോ എന്ന് പരിഹസിച്ച് ചോദിക്കുന്നുണ്ട്. രണ്ടാമത്തേത് സമൂഹത്തിന് സന്ദേശം കൊടുക്കണമെന്ന് പറയുമ്പോൾ സമൂഹത്തിന് വേണ്ടി വിധി പറയണമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് രൂക്ഷമായ വിമർശനം ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ആ നിലയ്ക്ക് ഇതിൽ വളരെ വ്യക്തിപരമായ ചില ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടോ? അത് ഒരിക്കലും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതിനകത്ത് ചോദിച്ചത് 3 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഹിയറിംഗ് ഓൺ സെൻറ്റൻസ് എന്ന് പറയുന്ന ആ അവസരത്തിൽ ജഡ്ജ് ഉന്നയിച്ച ചില ചോദ്യങ്ങളെ സംബന്ധിച്ചാണ്. ഞാനും ജയശങ്കർ സാറും ഒക്കെ കോടതികളിൽ പോയി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ്. ഞങ്ങൾ വാദിക്കുമ്പോൾ ഞങ്ങൾക്കെതിരായും എതിർഭാഗം വാദിക്കുമ്പോൾ എതിർഭാഗത്തിനെതിരായും ചില ചോദ്യങ്ങൾ കോടതികൾ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ വളരെ മോശം കമൻസും കോടതിയിലിരുന്ന് പറയാറുണ്ട്. പക്ഷേ പല കേസുകൾക്കകത്തും ജഡ്ജ്മെൻറ്റിനകത്ത് അത് റിഫ്ലക്റ്റ് ചെയ്യാറില്ല. അപ്പോൾ വാദിക്കുന്ന ആൾക്കെതിരെ അല്ലെങ്കിൽ വാദിക്കുന്ന ആൾക്ക് അനുകൂലമല്ലാത്ത ചില കമൻസ് കോടതികൾ പറയുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം കൊണ്ട് മാത്രം ജഡ്ജ് ബയാസ്ഡ് ആണ് എന്ന് വിചാരിച്ചാൽ നമ്മൾ വാദിക്കുന്ന മിക്കവാറും എല്ലാ കേസിനകത്തും നമ്മുടെ കേസ് കേൾക്കുന്ന ജഡ്ജി ബയാസ്ഡ് ആണെന്ന് നമുക്ക് അങ്ങ് പറഞ്ഞ ശരിയാണ്. ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പോലെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഒരു കൗണ്ടർ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് കോടതിയുടെ മനസ്ഥിതി ഇതാണ് എന്നൊരു സൂചന വാർത്തകളിലായി വരുന്നത്. ശരി, പക്ഷെ ഇത് ഏറെക്കുറെ ഒരു പരിഹാസം പോലെ, ഏറെക്കുറെ ഒരു കുത്തിപ്പറയൽ പോലെ അങ്ങനെയുണ്ടോ? അല്ല, അതൊക്കെ ഞങ്ങൾ കോടതിയിൽ പോകുന്ന വക്കീലന്മാർ ഞങ്ങളുടെ എല്ലാ കേസുകൾക്കകത്തും മിക്കവാറും കേൾക്കാറുള്ള സംഗതിയാണ്. അതായത് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ കോടതി അത് അംഗീകരിച്ച് തരുന്ന മട്ടിലായിരിക്കില്ല മിക്കവാറും 99% ജഡ്ജസ് ഇരിക്കുന്നു. അപ്പോൾ അതിന് അങ്ങനത്തെ ഒരു കളർ സാധാരണഗതിയിലില്ല. മറ്റ് സാഹചര്യങ്ങൾ വെച്ചിട്ട് ഇതിൽ ആരോപിക്കുന്നതിൽ എനിക്ക് അതിൻ്റെ ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സാധാരണഗതിയിൽ ഞങ്ങളിതൊക്കെ ഫേസ് ചെയ്താണ് വക്കീലന്മാരെല്ലാവരും ഓരോ ദിവസവും ഞങ്ങൾ കഴിച്ചു പോകും. രണ്ടാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പറയുന്നത് എന്താ, യഥാർത്ഥ പ്രതി മറ്റെവിടെയോ ആണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില വാദങ്ങൾ കോടതിയിലും ഉന്നയിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തിയില്ലേ എന്ന് സ്വാഭാവികമായി ആരും ചോദിച്ചു പോകും. അപ്പോൾ അതായത് ഇത്രയും ഇൻവെസ്റ്റിഗേഷന് ശേഷവും ഇനി എന്തൊക്കെയോ കണ്ടെത്താനുണ്ട് എന്ന് പറയുന്ന ഒരു തരം പരാമർശം എവിടെ ആര് നടത്തിയിരുന്നാലും അപ്പോൾ അന്വേഷണം തീർന്നില്ലേ എന്ന് ചോദിക്കുന്നത് സ്വാഭാവികമാണ്. അത് ഈ ജഡ്ജല്ല, അത് ആരും ചോദിച്ചു പോകുന്ന ഒരു ചോദ്യം മാത്രമാണ് ഇതിനകത്തുള്ളത്. ശരി.